കലയാണ്, പക്ഷെ കുക്കിംഗ് ഒത്തിരി സ്നേഹമാണ്. കുക്കിംഗ് ഇവിടെ പക്ഷെ ഒരു യുദ്ധമാണ്, ഒത്തിരി സ്നേഹത്തോടെയുള്ള ഒരു പാചക യുദ്ധം. മിൽമ പ്രസൻസ് ഫിറ ഫുഡ്സ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവർഡ് ബൈ അമൃതവേണി KSFE ആൻഡ് നമ്മുടെ രാമചന്ദ്രൻ. ഇന്നത്തെ അധ്യായം ഇവിടെ തുടങ്ങും. അപ്പൊ ഇന്ന് നമ്മുടെ 2 ടീം ഓൾറെഡി കുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോ 2 ടീമും കൂടെ ബാക്കിയുണ്ട് കുക്ക് ചെയ്യാൻ. അല്ലെങ്കിൽ ഈ കടലയുടെ ഉദ്ദേശം കൈയടിക്കും കുട്ടികളെ. ഞാൻ പറയട്ടെ ചാപിക്കരുത്. നമ്മളിങ്ങനെ കടിക്കാമല്ലോ, കൈ വാക്കി കെട്ടിയ സൂപ്പർ ആയിരിക്കും. അറിയാം, ഞാൻ പറയട്ടെ. ഞാൻ എടുത്തപ്പോ 3 വന്നു, എടുത്തപ്പോ 3 വരാൻ പാടില്ല. ഒരേ സമയം ഒരെണ്ണേ വരാൻ പാടുള്ളൂ. ആ സൂപ്പർ അല്ലേ? എന്തായാലും നവീൻ ചേട്ടനും മീന ചേച്ചിയും മോൻ കണ്ടാ അറിയാം, താല്പര്യമില്ലാത്ത പോലെ. അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യരുത്, അങ്ങനെ ഒരാളെ കണ്ട് അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യരുത്. നിങ്ങളുടെ എടുത്തോ? അല്ല, ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒരെണ്ണം എടുക്കാന്നുള്ളതാണ്, പിക്ക് ചെയ്യാന്നുള്ളതാണ്. ഇത് വീട് ഇവിടെ ഇട്ടപ്പോഴാണ് വീഴുന്നത് അല്ലേ? അത് നിങ്ങളുടെ എടുത്തോ? 2 അല്ല, എല്ലാരും 4 8 10 12 2 4 6 8 10 14 18 22 9 കടലകളാണ് നവീന് സമ്പാദിക്കാൻ പറ്റിയത്. സമ്പാദ്യം വളരെ കുറവായി. ഇവിടെ 12. അതല്ല ദീപനെ സുഖമില്ല, നടുവിന് ചെറിയ പ്രശ്നം. ദീപൻ ചേട്ടന് വയ്യാത്തത് കൊണ്ട് എന്റെ പേരിനെ ഞാൻ വിട്ടു തരാം. വാശിയോടെ എടുക്കണം. നമ്മുടെ ഇതെല്ലാം നമ്മുടെ ആൾക്കാർ. മയത്തി മതി. അനീഷ് കൈ ബാക്കില്. കുറച്ച് സ്പീഡാവാ. Achodi. 2, 4, 6, 8, 9. 13. Okay. Appo? 22. Okay. 2, 3, start. കൈ പൊളിക്കണ്ട
6, 8, 10, 12. 8, 10, 12. 24. കണ്ട അയ്യോ ഇത് ക്രിസ്തേട്ടർ അല്ലെന്ന് അല്ല. ക്രിസ്മസ് അപ്പനായി. ആ കൊള്ളാം. Very good, very good. 1, 2, 3, start. start. നാല്, 6, 7, 9, 10, 13. 9. അപ്പൊ വിൻ ചെയ്തിരിക്കുന്നത് 24. 24. ഇൻഡിവിജ്വൽ നോക്കുമ്പോ ഇതൊരു ടീം പ്ലേ. സപ്പോർട്ട് ഉണ്ടല്ലോ. വെരി ഗുഡ്, നല്ല പെർഫോമൻസ് ആയിരുന്നു. Milma presents Fira Foods Celebrity Kitchen Magic Season 3. Powered by Amritaveni KSFE and നമ്മുടെ രാമചന്ദ്രൻ. ഹായ് ഗൈസ്. നമസ്കാരം ഗൈസ്. ആദ്യമേ തന്നെ തെറ്റിച്ചുകൊണ്ട് തുടങ്ങുവാണ്. പറഞ്ഞു നമ്മൾ ഇന്ന് സൂപ്പ് ഉണ്ടാക്കാൻ പോവാം. ഒരു സെക്കൻഡ്. സൂപ്പ്, ഒരു ഡൗട്ട്, ഇതൊന്നും കേരളത്തിന്റെ ഭാഗമായിട്ടുള്ളതല്ല ഉണ്ടാക്കാൻ പോണത്? അല്ല, കേരളത്തിന് മാത്രമല്ല, ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള സൂപ്പും അല്ല. നമ്മളങ്ങ് വിദേശത്തുനിന്ന് ഗസ് ചെയ്ത് ഏതായിരിക്കും? വിദേശം ഞാൻ VPN ഇട്ട് പോകാറുണ്ട്. അതിലേത് വിദേശ രാജ്യം എന്ന് പറയും? നീ രാത്രി പോകുന്ന VPN വിദേശങ്ങളല്ല, ഇത് നമ്മുടെ ഏറ്റവും അടുത്തുള്ള തമിഴ്നാട് വിദേശ രാജ്യമായ തായ്ലാൻഡ് സൂപ്പാണ്. തായ്ലാൻഡ് സൂപ്പ്. തായ്ലാൻഡ് സൂപ്പ്, പ്രോൺ സൂപ്പ്. തായ്ലാൻഡ് പ്രോൺ, തായ് പ്രോൺ സൂപ്പ്, കോക്കനട്ട് സൂപ്പ്. ഓക്കെ, അപ്പോൾ ഇതിന് കുറേ പേരുകളുണ്ട്. ഇവിടെ നമ്മൾ പൊതുവെ ഇതിനെ പറയുന്നത് കോക്കനട്ട് പ്രോൺ സൂപ്പ് എന്ന് പറയാറുണ്ട്. തായ് സൂപ്പാണ്. അപ്പോൾ തുടങ്ങിയാലോ? യെസ്, ഗ്യാസ് കത്തിരിക്കുകയാണ് ഗൈസ്. എന്നിട്ട് പാൻ നമുക്ക് ഈ മിനോൾട്ടയുടെ പാൻ എടുത്ത് അടുപ്പിലോട്ട്, എന്നിട്ട് നമ്മളിന്ന് ഫ്ലെയിം കുറച്ച് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ ആദ്യം ബട്ടർ ഇട്ടിരിക്കുകയാണ്. 2 ടീസ്പൂൺ ബട്ടർ ഇട്ടു. ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. ടേബിൾ സ്പൂൺ കേട്ടോ ഇഞ്ചി ചോപ്പ് ചെയ്തിടുക. ചോപ്പ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇളക്കാനുള്ളത് ഇളക്കിക്കോ. 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇടൂ. ആവശ്യത്തിന് ഉപ്പ്. ആവശ്യത്തിന്. അടുത്തെന്താ ഇതൊക്കെ എടുത്ത് അവിടെ ഇരിക്കണമെന്നൊന്നും എല്ലായിടത്തും തരല്ലേ? ഇല്ല, തന്നാ മതി. അവിടെ ഇരിക്കണമെന്ന് എല്ലാം ഇങ്ങ് എടുത്ത് തരുവാണ്. എന്താ ചെയ്യാ? മതി, മണപ്പിച്ച് നോക്ക്. കുരുമുളകല്ലേ? ഇപ്പോഴല്ല, അത് കുരുമുളകല്ലേ? അല്ലേ? ഈ ബൗളിന്റെ പുറകിൽ ഇവിടെ ഉമ്മ വെക്കാൻ നോക്കുമ്പോ എന്നിട്ട് നിനക്ക് ഇതും കൂടെ ഇടണം. വശക്ക് നന്നായിട്ട് വശിച്ചു. ഇത് മിക്കവാറും എനിക്ക് എന്താണെന്ന് അറിയില്ല. നന്നായിട്ട് വശക്കിക്കോ. ലോ ഫ്ലെയിമിലിട്ട് വേണമെങ്കിൽ വശക്കിക്കോ. അത് തന്നെ ചെയ്യണത്. ഇയാളെന്തി പറയുന്നത്?
അപ്പോൾ പ്രോൺസും കൂടി ഇടുവാണ് ഞങ്ങൾ. ഗൈസ് പ്രോൺസ് ഒരു 200 ഗ്രാം പ്രോൺസ് ഞങ്ങൾ എടുത്തത്. അപ്പോൾ എന്തായാലും ഇച്ചിരി മീഡിയം ഫ്ലെയിമിലാക്കാം അല്ലേ? മീഡിയം ഫ്ലെയിമിലാക്കാം. ഇത് 2 മിനിറ്റ് ഇനി ഇത് കുക്ക് ചെയ്യണം. ഞാൻ അപ്രൻറ്റീസാണ്, മാഡം പറയണ പോലെ ഞങ്ങൾ അങ്ങ് കേൾക്കും. പക്ഷെ ഞാൻ ഒരു കാസ്റ്റിംഗ് കോൾ ഇടുവാണ്. സൗന്ദര്യമുള്ള, വിവരമുള്ള, ബുദ്ധിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ സൗന്ദര്യം ഇല്ലാത്തവരെ അപ്പം നിങ്ങൾ മത്സരം എടുക്കില്ല. ഞങ്ങൾ പൊതുവെ എടുക്കാറില്ല. നിങ്ങൾക്ക് സൗന്ദര്യം ഇല്ലാന്നിട്ട് ഇതിലുള്ള മറുപടി നിങ്ങൾ കൊടുക്കണം. കമന്റിൽ രേഖപ്പെടുത്തുക അല്ലേ? അതെ. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. പ്രോൺസിന്റെ മണമുണ്ട്. അപ്പുറത്തെ ടീംകാർ കുക്ക് ചെയ്യണതിന്റെ സ്മെല്ലാണ് സമയത്ര ഇല്ലല്ലേ? നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും. ഇപ്പോൾ കാണുന്നത് നല്ലൊരു പ്രോൺസ് ഇങ്ങനെ ചുരുങ്ങുന്നതായിട്ട് കാണാൻ പറ്റും. അതാണ് 2 മിനിറ്റ് ആയോ? 45 സെക്കൻഡും കൂടി ബാക്കിയുള്ളൂ ഗൈസ്. നല്ലൊരു തായ് ഫ്ലേവർ രീതിയിൽ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നതാണ്. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ മനസ്സിലാവില്ല, കാരണം തായ് പോയവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അതെ. ഇതൊന്ന് ഓഫ് ചെയ്ത് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം ഗൈസ് നമ്മൾ ഇപ്പം ഉണ്ടാക്കിയത് വശക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിനകത്തേക്ക് കുറച്ച് പേസ്റ്റ്. മീൻസ് നമ്മൾ വഴറ്റി വെച്ചിട്ടുണ്ട്. ഈ വഴറ്റി എന്നാണ് വാക്ക്, വശക്കി എന്നല്ല. നിങ്ങൾ ട്രിവാൻഡ്രത്ത് വശക്കി എന്ന് പറയും. എനിക്ക് ഞാൻ പറയണതാണ് തോന്നുന്നത്. വിദ്യാഭ്യാസം ഇല്ലാത്തവർ അങ്ങനെ പറയും. നമ്മൾ പക്ഷേ വിദ്യാഭ്യാസം ഉള്ളവർ വഴറ്റി എന്നാണ് പറയുന്നത്. ഡിഗ്രി തോറ്റവനാണ് PG 2 എൻ്റെ അടുത്ത് പറയുന്നത്. പക്ഷെ എന്ത് വിദ്യാഭ്യാസം സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. 5 വറ്റൽ മുളക്, 1/4 കൊച്ചുള്ളി, 1/4 കപ്പ് കൊച്ചുള്ളി. ഇത് കട്ട് ചെയ്ത് ഇതിൻ്റെ അകത്തിടോ വിഷ്ണു. എന്തിനാ കട്ട് ചെയ്തിട്ടുള്ളത്? മിക്സിയിലടിക്കാൻ വെളുത്തുള്ളി വേണ്ടത് കട്ട് ചെയ്ത്. അന്ന് വേണ്ട കട്ട് ചെയ്യണ്ട. സാധാരണ എൻ്റെ ഉമ്മയൊക്കെ അങ്ങനെ കട്ട് ചെയ്തിട്ട് അതിനകത്ത് ഇടുന്നത്. എന്തിനാ ഇതടിക്കാൻ വേണ്ടി കട്ട് ചെയ്യണത്? 1 ടീസ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇഞ്ചിയുടെ ആവശ്യമുണ്ട് ഇനി? ഇല്ല. ജീരകപ്പൊടി 1/2 ടീസ്പൂൺ ജീരകപ്പൊടി. പൊടിയല്ല, ജീരകപ്പൊടി. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്. സഹൃദയ നാട്ടുകാരെ, അടുത്ത ബെല്ലോടുകൂടി പിന്നെ പറഞ്ഞു വിടേണ്ടതാണ് ഇവിടെ. അപ്പം ഇതെല്ലാം കൂടി നമ്മൾ അടിക്കണം. അപ്പം ഇതിൻ്റെ അടപ്പ് ഇത് തന്നെയാണെന്ന് മിക്സിയിലിട്ട് അടിക്കണം എന്നുള്ളൂ. ഒന്ന് പേസ്റ്റ് പരുവത്തിലാക്കണം അല്ലേ? പേസ്റ്റ് പരുവത്തിലാക്കണം. മതി. പേസ്റ്റ് മതി. മതി. താങ്ക് യു സോ മച്ച്. അപ്പം ഗൈസ്, അപ്പം ഞാനിത് കുക്ക് ചെയ്യാൻ സമയത്ത് വിഷ്ണു ചിക്കൻ സ്റ്റോക്ക് 2 കപ്പ് ചിക്കൻ സ്റ്റോക്ക് ചെയ്യാൻ പോവാണ്. ഇതിൽ നിന്ന് ഒരു 2-3 നമ്മളുണ്ടാക്കിയ പേസ്റ്റിൽ നിന്ന് 2-3 സ്പൂണ്. അപ്പം ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ എനിക്ക് സത്യം പറഞ്ഞ ദൈവം മണക്കാനുള്ള കഴിവ് തന്നിട്ടില്ല. എന്താണെന്ന് എനിക്കറിയില്ല. ഇത് രണ്ടാണ്. മതി. അര മതി ഒരെണ്ണത്തിൻ്റെ. അപ്പം ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ വശക്കാനാണ് ശാസ്ത്രീയമായിട്ട് പറഞ്ഞിട്ടുള്ളത്. തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ടായിരുന്നാ? അയ്യോ, ഞാൻ കുടിച്ചത്. ഇവിടുത്തെ പല വസ്തുക്കളും കാണാനില്ല കേസ്. ഞാനൊരു അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ ഇട്ടുണ്ടോന്ന് ഇരുന്നിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആ കവർ മാത്രം അവസാനം ബാക്കി. അവര് മോനെ ഫൈസി കഴിക്കുന്നതുകൊണ്ട് വേറെ എല്ലാവർക്കും നടക്കാൻ പറ്റും, പക്ഷേ കഴിക്കുന്നവരുടെ വയറ്റിളക്കാൻ അത് നിനക്ക് മാത്രമേ പറ്റുള്ളൂ. ഗൈസ്, ഇതൊന്നും പുതിയ കോമഡി അല്ല, ഞങ്ങൾ മുന്നേ പറഞ്ഞു വെച്ച കോമഡികളാ. അപ്പോൾ ഇത് ടീസ്പൂൺ ആയതുകൊണ്ട് നമുക്ക് 1, 2 പഞ്ചസാര ഇട്ടു. നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവില്ല ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ. ഞങ്ങൾക്ക് തന്നെ നല്ല കൺഫ്യൂഷൻ ഉണ്ടെന്ന്. ഇതൊന്ന് തിളക്കട്ടെ. ഇത് തിളയ്ക്കുന്ന സമയത്ത് നമുക്കാണെങ്കിൽ അടുത്തതായിട്ട് 1 കപ്പ് തേങ്ങാപ്പാൽ അതൊഴിക്കുമ്പോൾ ഭംഗിയിൽ അങ്ങ് ഒഴിക്കണം. ഇതേപോലെയല്ല ഒഴിക്കുന്നവർ സൂക്ഷിച്ചു ഭംഗിയിൽ ഒഴിക്കണം. ഇതേപോലെയല്ല കേട്ടോ, തിക്കായിട്ടുള്ള തേങ്ങാപ്പാലേ. പാലിനൊക്കെ എന്താ കളർ. എന്നിട്ട് അതൊരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് തിളപ്പിക്കണം.
അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കിയ പ്രോൺ സൂപ്പിൻ്റെ പ്രോൺസ് ഇട്ടോ അതിനകത്തേക്ക്? ഇല്ല, അസാധ്യം. അപ്പം ഞങ്ങൾ ഇത് 5 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നേരത്തെ നാരങ്ങ എന്താ ചെയ്യേണ്ടത്? ചൂടാക്കി വെച്ച് നാരങ്ങ എന്താ ചെയ്യേണ്ടത്? അതെപ്പോഴുള്ളത് ലാസ്റ്റ് ഇതിലൂടെ ഇലകളുടെ കൂടെ. അപ്പം നേരത്തെ എടുത്ത് വെച്ചിട്ട് ഇലകൾ പച്ച, പൂക്കൾ മഞ്ഞ ഓടി വരുമ്പോൾ ചാടണം. അപ്പം ഇത് എടുത്ത് നേരത്തെ ഉണ്ടാക്കിയ പ്രോൺസ് ഇതിൽ തട്ടിയിട്ട് ഒരു 3 മിനിറ്റ്, വീണ്ടും മിനിറ്റ്, 3 മിനിറ്റ്, 3-4 മിനിറ്റ് എന്നാണ് ശാസ്ത്രം പറയണത്. അപ്പോൾ ശാസ്ത്രം ജയിച്ചു. ഞങ്ങൾ തോറ്റു. ഒരു 3 മിനിറ്റ് ഇതിങ്ങനെ കുക്ക് ചെയ്യാം. ഒന്ന് വഴറ്റി കൊടുക്കുക ഗൈസ്. വഴറ്റണമെന്നൊന്നുമില്ല, അത് വെന്തോളും ഓട്ടോമാറ്റിക്കലി. പിന്നെ എന്താ പ്രോൺസ് അതിൽ തന്നെ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പാത്രത്തിൻ്റെ പേര് പറഞ്ഞോളൂ. ഒട്ടും നാച്ചുറൽ. അതെ, ഞങ്ങൾ ഈ പാത്രത്തിന് ഒരു പ്രത്യേകത, അടിക്ക് പിടിക്കില്ല. മിന്നോട്ട് ഒന്നുകൂടി അടുക്കള ഒരു അലങ്കാരമായി ആണോ? ഞാൻ ഈ സൂപ്പ് ഇങ്ങനത്തെ ഫൈൻ, താങ്ക് യു. മൈ ഇംഗ്ലീഷ് ഇസ് ബെറ്റർ ദാൻ വിഷ്ണുസ് ഇംഗ്ലീഷ്. നല്ല പോലെ നമ്മൾ ലൈമ് സ്ക്വീസ് ചെയ്ത് ഒഴിക്കുക. ഓക്കെ. അപ്പം നേരത്തെ നമ്മൾ വിഷ്ണു ഏറ്റവും ഭംഗിയിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ഗ്രീൻസും ഓണിയൻ, സ്പ്രിംഗ് ഓണിയനും കൂടി നമ്മൾ തട്ടാൻ പോകുന്നു. ഇതൊരു ഭംഗിക്കാണ്. ഇവ എന്ത് ഇല ഇച്ചിരി കൂടിപ്പോയോ, ചെറിയ തരത്തിൽ അരിയാമായിരുന്നു നിനക്ക്? അത് അരിഞ്ഞിട്ടില്ല, അത് ജസ്റ്റ് അങ്ങ് ഇട്ടിട്ടേ ആയിട്ടുള്ളൂ. അതൊക്കെ ഗാർണിഷിങ്, ഇതൊക്കെ ഫൈൻ. തായ്ലാൻഡുകാരൊക്കെ ഉണ്ടാക്കുന്നത്. ഇതോടുകൂടി നമ്മുടെ പ്രോൺസ് നാടകം ഇവിടെ അവസാനിക്കുന്നു. യെസ് ഗൈസ്, നമ്മളപ്പോൾ നമ്മളുടെ സൂപ്പ് ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ച അത്ര മോശമാക്കാണ്ട് അത് ഗംഭീരമാക്കിയിട്ടാണ് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയത്. ഞങ്ങളെപ്പറ്റി ആലോചിച്ചിട്ട് ഞങ്ങൾക്ക് തന്നെ കുറച്ച് നേരം നമുക്കൊന്ന് അഭിമാനിക്കാം. 2 മിനിറ്റ് മിണ്ടാതെ നിൽക്കാം. താങ്ക് യു ഗോഡ്, താങ്ക് യു അല്ലേ ഗൈസ്. പ്രേക്ഷകർ നിങ്ങളിത് ട്രൈ ചെയ്യണം. നിങ്ങൾ ഇത് ട്രൈ ചെയ്യണം. ആശ്രയിക്കുന്നില്ല, എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പക്ഷേ നല്ല ഡിഷാണ്. അത് നമ്മളൊരു ബൗളിലേക്ക് സെർവ് ചെയ്തിട്ട് ഇനി നിങ്ങളെ കാണിക്കാം. ഓക്കെ. യെസ് ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ തായ് ക്രീമി പ്രോൺ സൂപ്പ് ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുന്നു. നല്ല ചെറിയ രീതിയിൽ ഗാർണിഷൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അതെ, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്ന് ഞങ്ങൾ തന്നെ പറയുന്നു. തിക്കായിട്ടുണ്ട്. കഴിച്ച് നോക്കിയിട്ട് അങ്ങനെയാണ് പറയുന്നത്. മാത്രമല്ല അതൊരു സ്പെഷ്യൽ ടേസ്റ്റ്. നമ്മളിവിടെ നമ്മൾ പൊതുവെ കഴിക്കുന്ന നമ്മൾ ഇത് ജസ്റ്റ് സൂപ്പ് മാത്രമല്ലാണ്ട് ഒരു കറിയും കൂടി മിക്സ് ആക്കി ഒരു ഫ്യൂഷൻ പോലെയാണ് ആക്കി വെച്ചിരുന്നത്. ഒരു ക്രീമി ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കഴിച്ചവരൊക്കെ നല്ലതാണ്. Fira Foods Celebrity Kitchen Magic Season 3. Powered by Amritaveni KSFE and നമ്മുടെ രാമചന്ദ്രൻ. കുക്ക് ചെയ്യാനുള്ളത് ബട്ടറും ഓലിവ് ഓയിലും മിക്സ്. ഓക്കെ, ഓലിവ് ഓയിൽ ഹെൽത്തിന് നല്ലതായത് കാരണം നമുക്ക് ഓലിവ് ഓയിൽ യൂസ് ചെയ്യുന്ന പ്രശ്നമില്ല. എന്നിട്ട് സവാള വഴറ്റും. അല്ല, സവാള വഴറ്റി നമ്മളിത് കുക്ക് ചെയ്യാൻ പോവല്ലേ ഇനി. പിന്നെ വെളുത്തുള്ളി. ഇത് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് റോസ്റ്റ് പംകിൻ സൂപ്പ്. ഇത് ഇപ്പോൾ ബട്ടർനട്ട് സ്ക്വാഷ് അല്ലെങ്കിൽ മത്തൻ്റെ നമ്മുടെ ഇന്ത്യൻ ടൈപ്പ് ഇല്ല. അപ്പം മത്തൻ്റെ പല ടൈപ്പിലുള്ളതിൽ ഉണ്ടാക്കാം. ഓരോന്നിനും ഓരോ ടേസ്റ്റ് ഉണ്ടാവും. ഇല്ല, അതിൽ ആദ്യം കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു, പിന്നെ 1 പോട്ടിലാക്കി. ഇത് ഏതിന്റെ നോൺ സ്റ്റിക്ക് പാത്രമാണ്? മിനോൾട്ട. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് പാപ്രിക്ക. ഇല്ല, നമ്മളിത് കുക്ക് ചെയ്യാൻ പോവല്ലേ. അല്ല, ഇത് വെന്ത് കിട്ടണ്ട. ഇത് റോസ്റ്റ് ആവണം, സ്പൈസസിൽ റോസ്റ്റ് ആവണം.
തീ കൂട്ടി വെച്ചതാ? കൂട്ടി വെച്ചു. ചുവന്ന മുളക്, ഒരു ചെറിയ സ്പൈസ്. മുന്നേ ഇട്ടത് അത് പാപ്രിക്ക. ഇതിപ്പോൾ ആ റോസ്റ്റ് ആകുമ്പോൾ നമുക്ക് ആ റോസ്റ്റ് പാപ്രിക്കേൻ്റെ സ്മെല്ല് വരുന്നുണ്ട്. ഞാൻ വെക്കട്ടെ? ഇതിൽ ഉപ്പിടണം. ഇതിൽ ഉപ്പിടണം. നമ്മൾ കുക്ക് ചെയ്യാൻ പോകും, നമ്മൾ സ്റ്റോക്കിൽ കുക്ക് ചെയ്യാൻ പോവാം. ഇത് ഹിമാലയൻ റോക്ക് സോൾട്ട്. ഉപ്പാ? പൊടിക്ക് ആ ഒരു ചാട്ടിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടി. നല്ല മണമുണ്ടല്ലേ? ഇനിയിപ്പോൾ നമ്മൾ സ്റ്റോക്ക് ആഡ് ചെയ്യാം. അല്ല, ഇതിപ്പോൾ നമുക്ക് ഇനി കുക്കാവാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് സ്റ്റോക്ക്, വെജിറ്റബിൾ സ്റ്റോക്ക്. ഇതൊന്ന് റോസ്റ്റ് ആവുന്ന വരെ നമ്മളൊന്ന് തീ കൂട്ടി വെച്ചിട്ട് കൈ പൊള്ളുന്നു. ഉപ്പിടുമ്പോൾ എന്താവും? സവാള വേഗം കാരമലൈസ് ആവും. അപ്പം അതൊന്ന് റോസ്റ്റ് ആവാം. സാധാ ഉപ്പല്ല ഇതിനകത്ത് ഇടുക അല്ലേ? ഇതിൽ ഓൾറെഡി സ്റ്റോക്കിൽ ഉപ്പുണ്ട്. അതല്ലാതെ നമ്മൾ എക്സ്ട്രാ കുറച്ചൊരു ചാട്ട് മസാലയുള്ള റോക്ക് സോൾട്ട് യൂസ് ചെയ്യും. ഹിമാലയൻ റോക്ക് സോൾട്ട് യൂസ് ചെയ്യും. ഇതാ ഇപ്പോൾ റോസ്റ്റായി. ആ റോസ്റ്റ് ആവുന്ന മണം വരുന്നില്ലേ? എന്തോന്നു ഒന്ന് റോസ്റ്റ് ആയില്ലേ? ഇപ്പോൾ പംകിൻ റോസ്റ്റ് ചെയ്തതിൻ്റെ നല്ല സ്മെല്ലുണ്ട്. ഇനിയിപ്പോൾ സ്റ്റോക്ക് ആഡ് ചെയ്യാം. ഓക്കെ, വെജിറ്റബിൾ സ്റ്റോക്ക്. ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിക്കൻ്റെ ഫ്ലേവർ വരും. ഇത് വെജിറ്റബിൾ സ്റ്റോക്ക് ആഡ് ചെയ്യും. നമ്മളത് പൊടിക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ എല്ലാം ഒന്നിച്ച് തന്നെ ചെയ്യണം. ഇത് ഒരു സിംഗിൾ പോട്ടിൽ ചെയ്യാവുന്ന ഒരു ഈസി സൂപ്പാണ്. അപ്പോൾ ഇത് നമ്മളിനി കുക്ക് ചെയ്യാൻ വിടാൻ പോവാം. ഏകദേശം എത്ര വിസിൽ വരെ പോകേണ്ടി വരും? 4-5 വിസിൽ പോയി കഴിഞ്ഞാൽ നല്ല സൂപ്പായിരിക്കും. അപ്പോൾ നമ്മൾ കുക്കർ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. നമ്മൾ സൂപ്പ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ സൂപ്പ് ശരിക്കും പറഞ്ഞാൽ ആരോഗ്യത്തിന് വേണ്ടി. സൂപ്പ് ആരോഗ്യത്തിന് നല്ലതാണ്. ഈ വലിയൊരു റൈറ്റർ ജാക്ക് കാൻഫീൽഡ് എന്ന് അദ്ദേഹത്തിൻ്റെ പേര്. ജാക്ക് കാൻഫീൽഡ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം എഴുതിയ ബുക്കിൻ്റെ സീരീസിൻ്റെ പേര് ചിക്കൻ സൂപ്പ് ഫോർ ദ സോൾ എന്നാണ്. അതായത് ചിക്കൻ സൂപ്പ് കുടിച്ച് കഴിഞ്ഞാൽ പനി മാറും. അപ്പം നമുക്ക് മനസ്സിൽ ഉള്ള വിഷമങ്ങൾ മാറാൻ വേണ്ടിയിട്ട് അദ്ദേഹം എഴുതിയ ബുക്സാണ് ചിക്കൻ സൂപ്പ് ഫോർ ദ സോൾ. അപ്പോൾ ഈ ഇംഗ്ലീഷുകാരുടെ പല യൂസേജസിലും സൂപ്പിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയും. ഇപ്പോൾ ആ ഗാർലിക്കിൻ്റെയും ഇനി ഒന്നും കൂടി വേണമല്ലേ? 5 വിസിൽ 6 വിസിലായി കഴിഞ്ഞാൽ മട്ടൻ കുക്കായിട്ടുണ്ടാവും. എന്താ നല്ലോണം ഉടയണ്ടേ? അല്ല, അത് ഇനിയിപ്പോൾ ബ്ലെൻഡറിൽ ബ്ലെൻഡ് ചെയ്യും. ഇനിയിപ്പോൾ ഈ ചൂടിൽ തന്നെ മൊത്തത്തിലേ നമ്മളിതിൽ ക്രീം ആഡ് ചെയ്യുന്നുണ്ട്. നോക്കട്ടെ. പക്ഷേ കുറച്ചും കൂടി കുക്കാവണം. ഇത് ബ്ലെൻഡ് ചെയ്ത് കുക്ക് ചെയ്യുന്ന കാരണം നമ്മൾ ചെറുതായിട്ട് ഒന്നുകൂടെ കുക്ക് ചെയ്യും. ഒരു നുള്ളു പെപ്പർ, ആ ഒരു എരിവിന് വേണ്ടിയിട്ട് ഒരു നുള്ളു. പൊടിക്ക് വെള്ളം ഒഴിക്കാം. പാത്രം ഇത് ഉപയോഗിക്കാണ്ട് നോക്കുമ്പോൾ എന്തോ ഒരു അല്ലേ? ചൂടില്ല, ഇത്ര ചൂട്. ഇനി ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മേളിൽ മല്ലിയില വെക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവർ വരും. തിളച്ചു കഴിഞ്ഞു. Done. Done.
സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവർഡ് ബൈ അമൃതവേണി KSFE ആൻഡ് നമ്മുടെ രാമചന്ദ്രൻ. കാത്തിരിക്കുകയാണ് എല്ലാവരും. എന്തിന് വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് റിസൾട്ട് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങൾ ഈ മലയാളമൊക്കെ കുറച്ച് അല്ലാതെ സംസാരിക്കും. വെയിറ്റിംഗ് ഫോർ ദ റിസൾട്ട്. അപ്പൊ നമ്മുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഒരു ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പൊ എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കണ്ടേ? എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല അവരോട് ചോദിക്കണം, കാരണം അവരാണ് നമ്മൾ ഈ ലോകത്തൊന്നും കേൾക്കാത്തൊരു എനിക്ക് പേര് പോലും അത് വായിക്കാൻ പറ്റില്ല. അപ്പൊ അവര് ഫസ്റ്റ് പറയും. അല്ല എളുപ്പമുള്ള വിഭവം എന്ന് പറഞ്ഞപ്പോ നമ്മൾ നേരത്തെ അരി ഉണ്ടാന്ന് പറഞ്ഞു. പറയാൻ എളുപ്പമാണ്, കഴിക്കുമ്പോ പാടാണല്ലോ. അതൊന്നും നിങ്ങൾ പറയും. എന്നെ നോക്കിയാ ചെയ്യല്ലേ, എനിക്ക് പേര് ഇപ്പോഴും പറയാൻ വിഭവത്തിന്റെ പേരെന്ന് പറയൂ. അല്ല ദിവ്യ പറയണം, ദിവ്യ പറയണം. പറഞ്ഞേ പറ്റൂ. നിങ്ങളുടെ ഐറ്റത്തിന്റെ പേര് പറ. ദിവ്യ 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 പറയണം. അല്ല അത് നേരത്തെ പറഞ്ഞു, തലയിരിക്കുമ്പോ വാലാടരുതെന്ന് പറഞ്ഞു. അല്ല സാരല്ല സാരല്ല പെട്ടു. ഇനി ആവർത്തിക്കണം. അല്ല തലയോ വാലോ ആരെങ്കിലും ഒന്ന് പറഞ്ഞു. ഇനിയും പരാജയപ്പെടാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഏട്ടൻ തന്നെ. ഏട്ടൻ പറയൂ പ്ലീസ്. അതെ ശരി. അപ്പൊ ഇന്ന് കുക്ക് ചെയ്ത സൂപ്പിന്റെ പേര് ക്രീമി റോസ്റ്റഡ് പംകിൻ സൂപ്പ്. എനിക്കിങ്ങനെ അങ്ങനെ പറയാം, അത് കേൾക്കാൻ സുഖമില്ല. വേണ്ട അല്ല ഏട്ടനൊന്ന് പറഞ്ഞു കൊടുത്തെങ്കിലും പറയിപ്പിക്കും. അല്ല കുക്ക് ചെയ്യുന്ന സമയത്ത് ദിവ്യ ചേച്ചിയുടെ അടുത്തുണ്ടായിരുന്നില്ലേ? അല്ല എന്ത് വെച്ചിട്ട് ഒന്നും അറിഞ്ഞൂടെ എന്താ? അല്ല ടേസ്റ്റ് ഒക്കെ എനിക്കറിയാം. ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഷെഫിന് കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? കുറച്ച് നൊസ്റ്റാൾജിക് ആണെന്നാണ് പറഞ്ഞത്. നമുക്ക് അഡ്വഞ്ചറസ് ആയിരുന്നു. അതെ, ഫസ്റ്റ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു ടീമിൽ വന്നത് തന്നെ അഡ്വഞ്ചറസ് എന്ന്. അതിനെ പോലുള്ള ഒരാളുടെ കൂടെ ഞാൻ വന്നില്ലേ വിളിച്ചപ്പോ. ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. അത് ഞങ്ങളൊന്നും മടിച്ചു പരസ്പരം. ഞങ്ങളാണ് ടീം എന്ന് പറഞ്ഞപ്പോ. കാരണം രണ്ടുപേർക്ക് കുക്കിംഗ് അറിയില്ല. ബേസിക് ആയിട്ടൊരു സാധനമല്ല, അറിയത്തുമില്ല. ഞാൻ പരീക്ഷയ്ക്കൊക്കെയാണ് തുണ്ടി വെച്ച് എഴുതി പാസ്സായേക്കണത്. ബുക്ക് ചെയ്യാൻ വേണ്ടി ബുക്ക് തുണ്ടീര് വെച്ചിട്ടുണ്ട്. അതൊരു കഴിവല്ലേ? അതാണ് അത് ഉണ്ടാക്കണം നമ്മള്. അത് ഉണ്ടാക്കുന്നതിൽ കഴിവുണ്ട്. അല്ല കുറെ നേരമായിട്ട് വിഷ്ണു ഇത് പറയുന്നുണ്ട് കേട്ടാ. നാദർ ഇങ്ങനെ നോട്ട് എഴുതിയിട്ടെ ഇവൻ ഇത് കളിയാക്കണം മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ഇവൻ ഒരു പണി അതാണ് ഈ വീഡിയോ കാണുന്നവർ പറയുക, ഗൈസ് കമന്റ് ചെയ്യുക. അയ്യോ ഞങ്ങളുടെ സൂപ്പിന്റെ പേര് പറഞ്ഞില്ലല്ലോ. അതാ തായ് ക്രീമി പ്രോൺ സൂപ്പ്. നാദരെ നോക്കണം, അല്ലാണ്ട് പറയേ തെറ്റിപ്പോവും. നമ്മൾ ഈ വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് പറയാം. ഷെഫാണ്, ഞാൻ അപ്രന്റീസ് ആയിരുന്നു. ഞാൻ എന്റെ ആശ. തായ് ക്രീമി പ്രോൺസ് ഷൂ അല്ല സൂപ്പ്. അതെല്ലാവർക്കും തെറ്റുവല്ലേ? സൂപ്പറാണ്. നമ്മൾ ഒറ്റയ്ക്ക് പറയും എന്താ തായ് ക്രീമി പ്രോൺ സൂപ്പ്. അപ്പൊ ഇനി എത്രത്തോളം നിങ്ങളുടെ ടെൻഷൻ ഉണ്ടോന്ന് അറിയില്ല, എന്നാലും ഉള്ളിൽ ആരാണ് ജയിച്ചതെന്ന് അറിയണ്ടേ? ഞങ്ങൾക്ക് ടെൻഷനില്ല. ഞങ്ങൾക്ക് ടെൻഷനില്ല. ആക്ച്വലി പ്രസന്റേഷൻ എല്ലാം വേറെ ലെവലാണ്. ഒരു പൂച്ച തന്നെയാണ്. ഇതിനെ കണ്ടോ? ഏതർത്ഥത്തിലാണ് ഇത് പൂച്ച? എല്ലാം കൊള്ളാം. അല്ല എനിക്ക് മനസ്സിലായില്ല, ഇത് ഇൻസൾട്ട് അല്ലേ? പിന്നെ തീർച്ചയായിട്ടും ഇത് പൂച്ചയെന്ന് വിളിച്ചത് ഇൻസൾട്ട്. അങ്ങനെ വിളിക്കാൻ പാടില്ല. ഉള്ള കാര്യം പറയല്ല, മോശമാണ്. എലിയോ റാബിറ്റോ? സമ്മതിക്കത്തില്ല. ഇവിടെ ചീസ് പ്രസന്റ് കണ്ടോ? അപ്പൊ എലിയാണ്.
കൺസിസ്റ്റൻസി ആണോ പംകിൻ? തിക് പംകിൻ സൂപ്പ്. ആണോ? ഇത് മുകളിലിട്ടിരിക്കണം പെപ്പർ. പെപ്പർ സാധാരണ പെപ്പറും സോൾട്ടും സെപ്പറേറ്റ് കൊടുക്കണമെന്നല്ലേ? കൊടുക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പ്രസന്റേഷനിൽ തന്നെ അങ്ങ് നമുക്ക് സൂപ്പിൽ എപ്പോഴും സോൾട്ടും പെപ്പറും ഞാൻ കണ്ടിട്ടുള്ളതും കഴിച്ചിട്ടുള്ളതും അത് കഴിക്കുന്നവരുടെ ചോയ്സാണ്. അതിന് ആഡ് ടു ടേസ്റ്റ് എന്നല്ലേ പറയാം. പിന്നെ ഇത് പംകിൻ ആയത് കാരണം ആ സ്വീറ്റ്നെസ് ഉണ്ടാവും. അതിലുള്ള അനിയനും സ്വീറ്റ് ആണ്. അപ്പോൾ ഒരു പൊടിക്ക് സ്പൈസി ആവാൻ വേണ്ടി കൈൻ പെപ്പർ യൂസ് ചെയ്തതിനേക്കാളും കുറച്ചുകൂടി ക്രീം ഓഫ് പംകിൻ എന്ന് തന്നെ വിളിക്കുന്നത്. അതെ അല്ലേ? പിന്നെ അതിനകത്ത് ആഡ് ടു ടേസ്റ്റ് എടുത്ത് അതിനകത്ത് ഇടേണ്ട ആവശ്യമാണ്. അല്ല, ഇതിപ്പോ എന്റെ വക ഇരിക്കട്ടെ. അങ്ങനെ അത് പറയാ. നന്നായിട്ടുണ്ട്. ആ പ്രോഡക്റ്റ് ക്രിസ്പിനെസ് ഇല്ലാത്ത എന്താ? ഇത് ഡീപ് ഫ്രൈ ആണോ ചെയ്തത്? ഷാലോ ഫ്രൈ? ഷാലോ ആണ്. താങ്ക് യു. താങ്ക് യു. നമുക്ക് അടുത്ത ടീമിനെ കൂടെ വിളിക്കാം. യെസ്, ഫൈനലി വിഷ്ണു ആൻഡ് ടീം അല്ലേ? കോമഡി എന്താ അറിയോ, വിഷ്ണുവിനെ പറഞ്ഞു വിടുന്നതിന് മുമ്പായിട്ട് വിഷ്ണു ഞാൻ വരുന്ന സമയത്ത് പറഞ്ഞേ, ഷെഫേ ഞാൻ ഇന്ന് വരെ ജീവിതത്തിൽ അടുക്കളയിൽ കയറിയിട്ടില്ല, അപ്പോൾ അത് ടേസ്റ്റ് ചെയ്യാൻ ഞാൻ കിഡിലോസ്കിയെ അപ്പോയിന്റ് ചെയ്തിരിക്കാം. രക്ഷപ്പെട്ട സമാധാനം. ഞങ്ങളെ പോലത്തെ ബൗള് പാത്രത്തിന്റെ പരിമിതി കൊണ്ട് മാത്രം. എനിക്ക് തോന്നുന്നത് ഇവര് തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് തോന്നുന്നു. അവരും ബൗളിൽ കൊണ്ടുവന്നില്ല. എനിക്ക് തോന്നുന്നു ആദ്യം ബൗളിൽ ആരും ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പൊ മറ്റേ ആൾ ഇതിൽ ട്രെയിലാക്കിയപ്പോ അടുത്ത ആൾ ട്രെയിലാക്കി. കാരണം കോപ്പി അടിയുടെ കുഴപ്പമൊന്നും. അതാണ് ഇതെന്താ സുഹൃത്ത് ഇത്? ഞാൻ കഴിച്ചു നോക്കട്ടെ. കഴിക്കണം. എനിക്ക് ഒരു കുറ്റി പുട്ട് ഇട്ടോങ്കിൽ അല്ല, സൂപ്പിന്റെ വീല് കിട്ടിയില്ല, പക്ഷെ ഉഗ്രം കറി. ഞാൻ ഇവിടെ കഴിച്ചതില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷ് ഒരു ഇതും കൂടെ കഴിക്കണം. കൊള്ളാം. അത് മതി. മാർക്കറ്റിലും നല്ല ഡിഷാണ്. അപ്പൊ കിഡിലോസ്കിയുടെ റെസിപ്പിയിലേക്ക് ഇത് എടുക്കുകയാണ്. പക്ഷേ ഇതിനെ ഞങ്ങൾ സൂപ്പൊന്നും വിളിക്കത്തില്ല, ക്രീമി പ്രോൺസ് കറി എന്ന് വിളിക്കും. സംഗതി അടിപൊളിയാണ്. നോക്കണം അല്ലേ? പക്ഷെ നാദിർ രണ്ടാമത് ക്രിയേറ്റീവ് എന്നുള്ള അതാണ് രണ്ടാമത്. ഇതേ എങ്ങനെയൊക്കെ എന്തൊക്കെ ഇട്ടെന്നുള്ള ഓർമ്മയുണ്ട്. വേറെ നമുക്ക് വിളിച്ചു ചോദിക്കാം. താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ സെലിബ്രിറ്റീസിന്റെ ഡിഷ് ഈ സൂപ്പാണെന്ന് ഉണ്ടാക്കിയത്. അത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് മാർക്കൊക്കെ തന്നു കഴിഞ്ഞു. വളരെ സന്തോഷം. അടിപൊളി. താങ്ക് യു സോ മച്ച്. കാണണം. എന്തായാലും എല്ലാവരും കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പോൾ തിരുവനന്തപുരം കിഡിലോസ്കി. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മാർക്ക് ലിസ്റ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. കാണിക്കണ്ടല്ലേ? ഇതിനകത്ത് ചെറിയ വേരിയേഷൻസേ ഉള്ളൂ. എല്ലാവരുടെയും ഡിഷസ് നന്നായിരുന്നു. ഇതിനകത്ത് കമൻ്റ് എല്ലാവർക്കും അവരവരുടേതായ കൈപുണ്യമുണ്ട്. പക്ഷെ നമ്മൾ ആ കൈപുണ്യത്തിന് ഓർക്കസ്ട്രേറ്റ് ചെയ്യുമ്പോൾ ഒരു കറക്ഷൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ആരെയും ഇൻസൾട്ട് ചെയ്യാനോ ഒന്നുമല്ല. നമുക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നിയത് ഈ റിസൾട്ട് പറയുമ്പോൾ വളരെ വ്യക്തമായി, സ്പഷ്ടമായി, വസ്തുതാപരമായിട്ട്, ശാസ്ത്രീയമായി നമുക്ക് വേണ്ടി റിസൾട്ട് പറഞ്ഞതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു. അപ്പോൾ ഡൈൻ ലൈക്ക് എ കിങ്, ഡൈൻ ലൈക്ക് എ കിങ് എപ്പോഴും പറയേണ്ട കാര്യമാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. Celebrity Kitchen Magic Season 3 powered by Amruthaveni KSFE and നമ്മുടെ രാമചന്ദ്രൻ. ഇതെന്താണെന്നറിയോ? എന്താണ് നിങ്ങളുടെ 2 ദിവസത്തെ അധ്വാനത്തിന്റെ റിസൾട്ടാ. എന്തായിരുന്നു ചേട്ടാത്തെ? ഒരു സെക്കൻഡ് ഞങ്ങൾ പറയാം. നിങ്ങൾ 2 ദിവസത്തെ നിങ്ങൾ 2 ദിവസത്തെ അധ്വാനത്തിന്റെ ഫലമാണ്. ഓരോ ആൾക്കാർക്ക് ചാൻസ് പറയുമ്പോ നിങ്ങൾ ഞെട്ടും. നിങ്ങൾ ഗസ് ചെയ്യുക ആർക്കായിരിക്കും?
ഞങ്ങളുടെ ബൗളൊക്കെ തന്നെ മാറിപ്പോയല്ലോ. പക്ഷെ ബൗള് ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ടേസ്റ്റ് ഉണ്ട് പറഞ്ഞു. പക്ഷെ ബൗളും ടേസ്റ്റും എല്ലാം കൂടി പിന്നെ പ്രസന്റേഷൻ ഒക്കെ അപ്പൊ നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റ് നമുക്കറിയില്ല. പക്ഷെ പ്രസന്റേഷൻ കാണുമ്പോ അവരുടെ ആയിരിക്കും നല്ലത്. എന്നാൽ ആർക്കായിരിക്കും എനിക്കിതൊരു ഡൗട്ട് ഉണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് തന്നെയാണെന്ന്. സോറി, ഞാൻ അങ്ങനെ സന്തോഷത്തോടെ അനൗൺസ് ചെയ്യാണ്. പറയൂ. സ്കോർ അറിയണ്ടേ? 26.2. അവർക്ക് കുക്കിങ്ങിന് കിട്ടിയിരിക്കുന്ന മാർക്ക് 24. പിന്നെ നമ്മുടെ ടാസ്കിന്റെ സ്കോർ കൂടി ആഡ് ചെയ്യുമ്പോൾ 26.2 ഔട്ട് ഓഫ് 30. രണ്ടാം സമ്മാനം ഒട്ടും താല്പര്യമില്ലാതെ ഇവിടെ ഇരുന്ന ഒരാളാട്ടോ. പറഞ്ഞപ്പോ തൊട്ടേ ഒരു താല്പര്യമില്ലാത്ത പോലെ ഇരുന്നു. പീന ആന്റണി നമ്മുടെ അവാർഡ് ഡേറ്റില് നേരത്തെ വിളിച്ചിട്ട് നമ്മളെ കൊണ്ടുപോകും. ചേച്ചി അവാർഡ് ഡേറ്റ് നമ്മളെ വിളിച്ച് നേരത്തെ കൊണ്ടുപോകും. നേരത്തെ പറയും. എന്നിട്ട് റിസൾട്ട് വീണാനോ സത്യം ഇതിന് ഞങ്ങൾ സ്കോർ അറിയണ്ടേ? പറഞ്ഞോ 25.1. കുക്കിങ്ങിൽ നിങ്ങളുടെ സ്കോർ വന്നിട്ട് 23. പിന്നെ നിങ്ങളുടെ ടാസ്കിന് വന്നിട്ട് 2.1. സോ 25.1. നമ്മൾ കടലയുടെ ടാസ്കിന്റെ സ്കോർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ രണ്ട് വിജയികളെ അപ്പൊ എന്തായാലും ശരി, ഒന്നാം സമ്മാനം കിട്ടിയ ക്രിസ് ആൻഡ് ആർക്കെങ്കിലും എതിരഭിപ്രായം? എനിക്കൊന്നുമില്ല. നമ്മളാ മറ്റേ ഗിഫ്റ്റ് ഷെയർ ചെയ്യണമെന്നുള്ള മാറ്റിയേക്കാം. പക്ഷെ സെക്കൻഡിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? ഒരഭിപ്രായമില്ല. വിഷ്ണു പറഞ്ഞുണ്ടാവും ഒരു അഭിപ്രായം. പക്ഷെ നിങ്ങൾ അടി ഉണ്ടാക്കണം. ഇവിടെ നാദരന്റെയും വിഷ്ണുവിന്റെയും സൂപ്പാണ്. നല്ല സൂപ്പായത് നിങ്ങളുടെ അല്ലേ? സൂപ്പായത് നിങ്ങളുടെ ആയതുകൊണ്ട് മിൽമയുടെ ഗിഫ്റ്റ് കൊടുത്ത് വിടാം. അല്ല, അപ്പൊ നമ്മുടെ ഒരു പ്രോട്ടോകോൾ വെച്ചിട്ട് ഒന്നാം സമ്മാനം നേടിയാണ് ഫിറാഫിക്സിന്റെ സമ്മാനമുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എല്ലാവരുടെയും പറഞ്ഞു ചുരുക്കി പറഞ്ഞ അവസാനം നമ്മുടെ അല്ല, ആദ്യം പുള്ളിയൊരു കമന്റ് പറഞ്ഞിരുന്നു കേട്ടിരുന്നോ? കഴിക്കാത്തോണ്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിരുന്നു. ഞാൻ പറയട്ടെ, ഇത്ര നേരം മാർക്ക് പറഞ്ഞ തണുത്തിരുന്നു, ബൗളില്ല മറ്റു അവസാനം 24 പോയിന്റ് കിട്ടിയപ്പോഴേ ആദ്യം പുള്ളി പറഞ്ഞത് കേട്ടോ. ഓതന്റിക് ആയിട്ടുള്ള മഷ്റൂം ആയിരുന്നു ഞങ്ങൾ. പക്ഷെ വേറെ കാര്യം പറയട്ടെ, ഇത് അനൗൺസ് ചെയ്തിട്ട് വേറെ എന്തോ ഒരു മഷ്റൂം കഴിച്ച പോലെ അവിടെ ഇരുന്നു. അല്ല, ചേച്ചിയോട് ആദ്യം ചോദിച്ചു ചേച്ചി ആർക്കാരും കിട്ടാൻ ചാൻസ് അതൊന്നും പറയാനില്ല, അവർക്ക് തന്നെ. ബൗള് ഞങ്ങൾ വെച്ചില്ല, അത് വലിയൊരു മിസ്റ്റേക്ക് ആണെന്ന് ഞങ്ങൾ പറഞ്ഞു. പക്ഷെ അതിന്റെ ടേസ്റ്റ് നീ തന്നെ പറഞ്ഞല്ലോ ചേച്ചി, സൂപ്പർ നീ പറഞ്ഞു. ചേച്ചി സൂപ്പർ പറഞ്ഞാണോ? എന്തായാലും വലിയ സന്തോഷമുണ്ട്. ചിരിയും കളിയും തമാശകളൊക്കെ ആയിരുന്നു. ഇനി പറഞ്ഞ പോലെ നമ്മുടെ ഷെഫ് വന്നിട്ട് നമുക്ക് കുറച്ച് ഉപകാരപ്രദമായ കുറച്ച് ടിപ്സ് കൂടി തന്നു. ഇന്ന് യാത്ര പറഞ്ഞു പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷമാണ്. നല്ല വിഭവങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞതിൽ, നല്ല തമാശകൾ പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിൽ സമ്മാനം കൊടുക്കാം. യാത്ര പറഞ്ഞു പോകുന്നതിനും പ്രിയപ്പെട്ട വിന്നേഴ്സിന് വളരെ സമ്മാനം.
രാത്രി ഏറ്റവും മനോഹരമാക്കാനായിട്ട് ഒരുമിച്ച് കൂടി ഒന്ന് ആടിയും പാടിയും ഈ ശാന്തം ഈ രാത്രിയെ മനോഹരമാക്കിയാൽ. Cookery partner Minolta, easy and healthy cooking. Anish Ravi costume sponsored by Dhanya Furniture, Kottarakara.